ഒന്ന് പോകണം. ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയത്ത് പാലക്കാട് ജില്ലയാണ്, പാലക്കാട് മണ്ഡലമാണ് ഏറ്റവും അധികം ചർച്ചയ്ക്ക് വിധേയമായത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുയർന്ന വോട്ടിന് പണം കൊടുക്കൽ വിവാദം, പുറത്തു വന്ന വീഡിയോ ഒക്കെ ഒരു ദിവസം മുഴുവൻ ശോഭയെ കളത്തിൽ നിറച്ചു നിർത്തി. അത് തനിക്ക് ഗുണമാകുമെന്നുള്ള പ്രതീക്ഷയാണ് ശോഭ പങ്കുവെക്കുന്നത്. നമുക്കറിയാം, ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും വോട്ട് ഉയർത്തുകയോ വിജയത്തിനൊപ്പം എത്തുകയോ ചെയ്യിക്കാൻ പ്രാപ്തിയുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ശോഭയെ അവിടെ അവതരിപ്പിച്ചത് BJP. ഒരു ഘട്ടം വരെ വലിയ പ്രതീക്ഷ കാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ വിവാദം ശോഭയെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ വിജയിച്ചാലും കടുത്ത നിയമപ്രശ്നങ്ങളിലേക്ക് കൂടി ശോഭ പോകാൻ ഇടയാകുന്ന സാഹചര്യം കൂടി അവിടെ ഉണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. PK ശശി മത്സരിച്ച ഒറ്റപ്പാലം മണ്ഡലത്തിൽ ജനവിധി നിർണായകമാണ്, പ്രത്യേകിച്ചും CPM-ന്. അവിടെ CPM-നെ വെല്ലുവിളിച്ച് മത്സരരംഗത്ത് UDF പിന്തുണയോടെ ഇറങ്ങിയ PK ശശി ഇപ്പോൾ കണ്ണൂരിലെ തളിപ്പറമ്പും പയ്യന്നൂരും ഒക്കെ പോലെ, അമ്പലപ്പുഴയിലെ സുധാകരനെ പോലെ ശശിയും CPM-ന് വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. ഇതൊക്കെ ജനം എങ്ങനെ കാണുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനുമോദ്, നമുക്ക് പാലക്കാട്ട് നിന്ന് തന്നെ തുടങ്ങാം. പാലക്കാട്ട് നിരവധി മണ്ഡലങ്ങളുണ്ട്. പാലക്കാട്ട് നിന്ന് തന്നെ തുടങ്ങാം. ശോഭയുടെ സാധ്യത കൂട്ടിയോ കുറച്ചോ എന്നുള്ള ചർച്ചകൾ സജീവമാണ്. BJP, സുരേഷ് ഗോപി അടക്കമുള്ള BJP നേതാക്കൾ പറയുന്നത് അത് ശോഭയെ വിജയിപ്പിക്കും എന്നുള്ള തരത്തിലാണ്. പക്ഷേ ആ വിവാദം അങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്, അതിനൊരു വ്യക്തത വന്നിട്ടുമില്ല. എന്ത് കരുതണം ഇക്കുറി നമ്മൾ പാലക്കാടിനെ കുറിച്ച്? പോളിംഗ് ശതമാനമൊക്കെ ഏത് തരത്തിലായിരുന്നു? അത് കഴിഞ്ഞ വർഷത്തേക്കാൾ എത്ര വ്യത്യാസമുണ്ടായിരുന്നു? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. പാലക്കാട് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന ഒരിടം. പോളിംഗ് ശതമാനത്തിൻ്റെ കാര്യത്തിൽ തുടങ്ങുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് 6% പോളിംഗ് അവിടെ ഉണ്ടായിട്ടുണ്ട്. 75.27 ആയിരുന്നു 2021 പോളിംഗ്. അത് ഇത്തവണ ഏറ്റവും ഒടുവിൽ ലഭ്യമായ കണക്ക്, അത് ഇനിയും ക്രോഡീകരിക്കപ്പെടേണ്ടതുണ്ട്. അത് എത്തിപ്പെട്ടിരിക്കുന്നത് 81.59 അതായത് 6% പോളിംഗ് വർധനവുണ്ട്. ഇത് SIR കാരണമാണോ അതോ കൂടുതൽ ആളുകൾ വന്ന് ഈ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു തരംഗമാണോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എങ്ങനെ പോളിംഗിനെ ബാധിച്ചു എന്നുള്ളതാണ്. ഇന്നലെ സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതൊരു കുടുക്കാണ്, ഇത് ജയിച്ചാലും നിയമക്കുരുക്കിലേക്ക് ശോഭയെ തള്ളിവിടാനുള്ള ഒരു കുടുക്കാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് പാലക്കാട് അവസാന ദിവസങ്ങളിൽ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം കരുതുവാൻ. അതായത് ഇവിടെ ശോഭാ സുരേന്ദ്രൻ ജയിച്ചാലും അവർ നിയമപരമായിട്ട് അയോഗ്യയാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരുപക്ഷെ ശോഭയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തീർത്തേക്കില്ല എന്ന് നമുക്ക് പൊതുവിലയിരുത്തലുണ്ട്. അതായത് വീണ്ടും ഒരു അയോഗ്യത വരികയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം എന്ന തരത്തിലുള്ള പ്രചരണം സ്വാഭാവികമായിട്ട് ആളുകൾ രണ്ടു വട്ടം ചിന്തിപ്പിക്കും. അവിടെ രാഷ്ട്രീയമായിട്ടുള്ള വോട്ടുകളേക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടുകൾ തന്നെയാണ് പ്രധാനമായിട്ടൊന്ന് എന്ന് വേണം വിലയിരുത്തുവാൻ. കാരണം ശോഭാ സുരേന്ദ്രൻ അത്തരത്തിലുള്ള പ്രചരണമാണ് നടത്തിയിട്ടുള്ളത്. സ്ത്രീപക്ഷ പോരാട്ടവും പാലക്കാട്ടെ പീഡനങ്ങളും ഒക്കെയാണ് അവർ മുഖ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. രമേശ് പിഷാരടിക്കെതിരെ പോലും രഞ്ജിത്തിന്റെ ആ കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹം നടത്തിയ പ്രതികരണമൊക്കെയാണ് അവർ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഈ സ്ത്രീപക്ഷ വോട്ടർമാർ രാഷ്ട്രീയ ഭേദമന്യേ ശോഭയ്ക്കൊപ്പം നിൽക്കുമോ അതോ ഇപ്പോഴുണ്ടായ വിവാദങ്ങളിൽ, ഒന്ന് രമേശ് പിഷാരടി തടഞ്ഞ വിവാദം, അതിൻ്റെ പിന്നാലെ ഈ തരത്തിലുള്ള പണം കൈമാറിയുന്ന വിവാദം, ഇതൊക്കെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ രാഷ്ട്രീയത്തിനതീതമായി ശോഭയ്ക്ക് സ്ത്രീ വോട്ടുകൾ ലഭിക്കുമോ? 2 വിവാദങ്ങൾ ശോഭയ്ക്ക് ദോഷമാകുമോ അതോ ഈ വിവാദങ്ങൾ ജനങ്ങളിൽ 2 വട്ടം ശോഭയ്ക്ക് വോട്ട് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചിരിക്കുമോ? ഇതിനപ്പുറമാണ് രാഷ്ട്രീയമായിട്ടുള്ള സ്ഥിരം വോട്ടുകൾ. രാഷ്ട്രീയ വോട്ടുകൾ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അവിടെ പറയാൻ കഴിയില്ല. കാരണം ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഒരുപാട് വോട്ട് കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നൊക്കെ BJPക്ക് അനുകൂലമായിട്ട് വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ വിവാദങ്ങൾ തന്നെയായിരിക്കും പാലക്കാട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ജനങ്ങൾ ഇതിൽ ഏത് നിലപാടിനൊപ്പം നിൽക്കും, ഈ രണ്ടിൽ ഏത് നിലപാടിനൊപ്പം നിൽക്കുമെന്നുള്ളത് തന്നെയാണ് പാലക്കാട്ടെ മത്സരഫലത്തെ നിശ്ചയിക്കുന്നതിൽ നിർണായകമാവുക. ഒപ്പം തന്നെ പാലക്കാടിൻ്റെ പുറമെ തൃത്താലയും അതുപോലെ ഒറ്റപ്പാലവും ചിറ്റൂരും കോങ്ങാടുമൊക്കെ ശക്തമായ മത്സരമാണ് നടന്നിട്ടുള്ളത്. അതിൽ തന്നെ ഒറ്റപ്പാലം രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ PK ശശി എന്ന
ഇടതുപക്ഷ നേതാവ്, അദ്ദേഹം ഇടതുപക്ഷത്തിൽ നിന്ന് മാറി സ്വതന്ത്രനായ UDF-നൊപ്പം നിൽക്കുന്ന ആദ്യത്തെ മത്സരമാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിന് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം ഏത് തരത്തിലാണ് ദോഷം ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയ ആകാംക്ഷയുള്ള കാര്യമാണ്. അവിടെ നേരത്തെ തന്നെ BJP-യും PKSയുമായിട്ടൊരു ഡീലുണ്ടെന്ന ആക്ഷേപം CPM ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചൊരു സാഹചര്യം കൂടി അവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത് മലമ്പുഴയിലും ശക്തമായൊരു മത്സരം നടക്കുന്നുണ്ട്. അവിടെ എ സുരേഷാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചിരിക്കുന്നത്. ആ എ സുരേഷിനെ BJP-ക്ക് വേണ്ടി ഒരു ഡീലിന് വേണ്ടി മത്സരിപ്പിച്ചെന്നുള്ള ആരോപണവും അവിടെ നിലനിൽക്കും. ഈ ആരോപണങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പല മണ്ഡലങ്ങളിലും കോൺഗ്രസും BJP-യും തമ്മിൽ ധാരണയുണ്ടെന്ന തരത്തിലാണ് CPM ആരോപിക്കുന്നത്. അത് എത്രമാത്രം ഈ പോളിംഗിൽ അല്ലെങ്കിൽ ഇതിലൊക്കെ വരും എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളൊരു കാര്യം. തൃത്താലയാണ് മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം. തൃത്താലയിൽ MP രാജേഷും VT ബൽറാം. അവിടെ VT ബൽറാമിന് ഈ കഴിഞ്ഞ തവണ നഷ്ടമായ വോട്ടുകൾ അത് ലഭിച്ചാൽ തന്നെ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയുന്നതാണ് UDF-ന്റെ പ്രതീക്ഷ. പക്ഷേ അവിടെ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ അവിടെ SDP-യുടെ സ്ഥാനാർത്ഥിയുണ്ട്. അപ്പോൾ അദ്ദേഹം നേടുന്ന വോട്ടുകൾ അവിടെ നിർണായകമാകുന്ന ഒരു സാഹചര്യം. വികസനം മുൻനിർത്തിയുള്ള പ്രചരണമാണോ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളാണോ അവിടെ ഫലം നിർണായകമാവുക എന്നുള്ളതും അറിയേണ്ടതാണ്. കോങ്ങാടാണ് അപ്രതീക്ഷിതമായി മത്സരം നടന്ന മറ്റൊരിടം. കോങ്ങാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്ത ഒരു സീറ്റാണ്. അവിടെ വലിയ പോരാട്ടമാണ് തുളസി അവിടെ നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന് ഏറെ മേൽക്കൈയുള്ള ഒരു മണ്ഡലത്തിൽ തുളസിയുടെ സാന്നിധ്യം, ഈ ഒരു ഭരണവിരുദ്ധ വികാരം കൂടി വരികയാണെങ്കിൽ UDF-ന് അവിടെ പ്രതീക്ഷ ഉള്ള ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ചിറ്റൂരിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ വരെ വിവാദമുണ്ടായ ഒരു സാഹചര്യമുണ്ട്. സുമേഷ് അച്യുതൻ വലിയ പ്രതീക്ഷയിലാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. അങ്ങനെ ഒരു 4 മണ്ഡലങ്ങളെങ്കിലും അധികം ഇത്തവണ നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ UDF വെച്ച് പുലർത്തുമ്പോൾ സത്യത്തിൽ ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവ് UDF അനുകൂല തരംഗമാണോ അതോ SIR-നെ തുടർന്നുണ്ടായ മാറ്റമാണോ എന്ന് അറിയാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുന്നതും അത് തന്നെയാണ് അനുമോദ്. SIR എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ്, അത് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ്. യഥാർത്ഥ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തി എന്നുള്ളത് SIR-മായി ബന്ധപ്പെട്ട പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നെയാണ്, സംശയമില്ല. പക്ഷേ അതിൻ്റെ ആത്യന്തിക ഫലം ആർക്ക് കിട്ടും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. മറ്റൊരു കണക്ക് കൂടി പുറത്തു വരുന്നത്, ഇന്നലെ SIR നടപ്പാക്കിയ ശേഷം തെരഞ്ഞെടുപ്പ് നടന്ന 2 സംസ്ഥാനങ്ങളാണ്. ഒന്ന് പുതുച്ചേരിയും മറ്റൊന്ന് അസമും. പുതുച്ചേരിയിൽ 85% വോട്ടാണ് രേഖപ്പെടുത്തിയത്. അസമിലാകട്ടെ 83% പോളിംഗ് നടന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ 2 സംസ്ഥാനങ്ങളുടെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളതും നിർണായകമാണ്. SIR എഫക്റ്റ് ഇപ്പോൾ ബംഗാളിലും സമാനമായി തന്നെ 90 ലക്ഷത്തോളം ആളുകളെ SIR അനുസരിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. ഇതുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജി വലിയ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ആരെ സഹായിക്കും, ഏത് തരത്തിൽ ഗുണം ചെയ്യും, ഫലം ചെയ്യും എന്നുള്ളതോ കാത്തിരുന്ന് കാണണം. അനുഭവം നമുക്ക് മലപ്പുറത്തേക്കൊന്ന് പോകണം. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതുപോലെ സംശയമില്ല, മലപ്പുറം തൂത്തുവാരും ലീഗ് മാറിക്കൊണ്ട് അവർ ശോഭാ സുരേന്ദ്രനെ സ്വീകരിക്കുന്ന കാഴ്ച ഇവിടെ വന്നു. നവമാധ്യമങ്ങളിലൂടെ അത് പുറം ലോകമറിഞ്ഞു. എത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ട് 30 വർഷം കഠിനാധ്വാനം ചെയ്ത ഒരു സ്ത്രീയെ കേരളം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വരി പോലും വാർത്ത ആ കൊട്ടിക്കലാശത്തെ തുടർന്ന് ഉണ്ടായില്ല എന്നുള്ളത് അങ്ങേ അറ്റം വേദനാജനകമാണ്. ഇത് ആപൽകരമാണ് എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, മാധ്യമപ്രവർത്തകരെല്ലാവരും ചേർന്ന് പോയല്ലോ ഒരമ്മയെ കാണാൻ. ആ അമ്മ പൈസ വാങ്ങി എന്നായിരുന്നു ആദ്യത്തെ കമന്റ്. കാളപ്പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തോടി. അത് കഴിഞ്ഞ് അമ്മയുടെ വീട്ടിലേക്ക് പോയി. 70 വയസ്സ് കഴിഞ്ഞ മകന് മാനസിക അസുഖമുള്ള, ഒരു ജോലി പോലും ചെയ്യാൻ പറ്റാത്ത, ഒരു വരുമാനവും കുടുംബത്തിലില്ലാത്ത ഒരു പാവപ്പെട്ട സാധു സ്ത്രീ അമ്മയെ അവർ തന്നെ പറഞ്ഞു, ഞാൻ ഏത് സ്ഥാനാർത്ഥി വന്നാലും മരുന്നിന് പണം ചോദിക്കുന്ന ഒരാളാണ് എന്ന് അവർ തന്നെ പറഞ്ഞു. പക്ഷെ എന്താ റിപ്പോർട്ട് പുറത്തു വന്നത്? ആ അമ്മയ്ക്ക് പണം നൽകി. ആരാണ് പണം നൽകിയത്? പണം നൽകിയതിൻ്റെ രേഖ എവിടെയാണ്? ഉണ്ടായില്ല. പക്ഷെ വലിയ രീതിയിൽ നിങ്ങൾ ഒരു കഥ കെട്ടിച്ചമച്ച് അത് കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ പടർത്താൻ